ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 35. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡേ 35, മാർച്ച് 3, 1978. 149. നിങ്ങൾ സമാശ്വസിപ്പിക്കപ്പെടും. സ്നേഹസുതരെ, നിങ്ങളുടെ അമ്മയെ നോക്കുക. അവളുടെ സ്നേഹം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സങ്കേതത്തിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ. എൻ്റെ വിമല ഹൃദയത്തിൽ വിശ്രമിക്കുവിൻ. നിങ്ങൾ പൂർത്തിയാക്കേണ്ട ശ്രമകരമായ ജോലി എത്ര മഹത്തരമാണ്. അനുദിനം കൂടുതൽ ദുഷ്കരവും വിഷമകരവുമായി അനുഭവപ്പെടുന്ന ഒരു വഴിയിൽ കൂടിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ക്ഷീണവും വരൾച്ചയും പ്രതിബന്ധങ്ങളും മൂലം നിങ്ങൾ പലപ്പോഴും യാത്ര മതിയാക്കുന്നതിന് പ്രലോഭിക്കപ്പെടുന്നു. യാത്ര നിർത്തരുത്. നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങളെ സദാ നയിക്കട്ടെ. നിങ്ങൾ ഇന്ന് ശുദ്ധീകരണത്തിൻ്റെ വിഷമമേറിയ പാതയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇനിയും അധിക ദൂരം പോകേണ്ടതുണ്ടോ? ഇത് എപ്പോൾ അവസാനിക്കും? ഞങ്ങൾ ഏറെ സഹിക്കേണ്ടി വരുമോ? ഞങ്ങളിൽ ഓരോരുത്തർക്കും എന്ത് സംഭവിക്കും? അന്ത്യഘട്ടം ആര് അവസാനിപ്പിക്കും? ഇതൊക്കെയാണ് പലപ്പോഴും നിങ്ങളുടെ ചിന്തയിൽ വരുന്ന ചോദ്യങ്ങൾ. അതേ പുത്രന്മാരെ, യാത്രയുടെ ഏറ്റവും വേദനാജനകമായ ഭാഗം ഇനിയും നിങ്ങളുടെ മുൻപിലുണ്ട്. എല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതിന് കുറേ സമയം കൂടി വേണ്ടിവരും. ക്ഷീണിതരായി പോകാതിരിക്കുന്നതിന് എൻ്റെ വിമല ഹൃദയത്തിൽ അഭയം തേടുക. പരിശുദ്ധ ത്രിത്വം തനിക്കും നിങ്ങൾക്കും വേണ്ടി തയ്യാറാക്കുന്ന ആരാമം ഇതാണ്. ത്രിത്വത്തിനു വേണ്ടി. എന്തെന്നാൽ ഈ ആരാമത്തിൽ ത്രിത്വത്തിൻ്റെ പരമനിർമ്മലമായ പ്രകാശം പ്രതിഫലിക്കുന്നു. ദൈവം ഏറ്റവും കൂടുതൽ മഹത്വീകരിക്കപ്പെടുന്ന സ്ഥലം ഇതുതന്നെ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഇത് ആനന്ദകരമായ ആരാമത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. വിശിഷ്യ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. നിങ്ങളുടെ വിശ്രമത്തിനു വേണ്ടി. പ്രിയപുത്രരെ, നിങ്ങൾ ഈ വിശ്രമത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ഞാൻ തന്നെ നിങ്ങളുടെ മുറിവുകൾ വെച്ചുകെട്ടും. നിങ്ങളുടെ കീറിയ വസ്ത്രങ്ങൾ തയ്ച്ചു തരും. നിങ്ങളുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്ന ആഹാരം ഞാൻ തയ്യാറാക്കി തരും. നിങ്ങൾ കൂടുതൽ ബലവാന്മാരായി തീരുന്നതിന് ഞാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി. ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഞാൻ ശേഖരിക്കുന്ന എൻ്റെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. സഹായിക്കുന്നതിനും കുരിശിനെ ആശ്ലേഷിക്കുന്നതിനുമുള്ള എൻ്റെ ആഹ്വാനം നിങ്ങൾ മഹാമനസ്കതയോടെ സ്വീകരിച്ചു. നിങ്ങളുടെ സഹനം വർദ്ധിക്കുകയാണെങ്കിൽ വ്യാകുലചിത്തരാകരുത്. എൻ്റെ കരങ്ങളിലും എൻ്റെ വിമല ഹൃദയത്തിലും നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. മറ്റുള്ളവർക്ക് ഗ്രഹിക്കാനോ ആസ്വദിക്കാനോ കഴിയാത്തവ ഞാൻ നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ബലിയർപ്പണത്തിനു വേണ്ടി. ഓരോ ദിവസവും എൻ്റെ മാതൃപദ്ധതി അനുസരിച്ച് വളരുക. എൻ്റെ മൃദുല സ്നേഹം ഞാൻ നിങ്ങളിലേക്ക് ചൊരിയുകയും എൻ്റെ പുണ്യങ്ങളാൽ ഞാൻ നിങ്ങളെ പ്രശോഭിതരാക്കുകയും ചെയ്യുന്നു. എൻ്റെ ജോലി നിശബ്ദവും നിഗൂഢവുമാണ്. എന്നാൽ അത് നിങ്ങളെ ആന്തരികമായി രൂപാന്തരപ്പെടുത്തുകയും കർത്താവിൻ്റെ സന്മനസ്സിന് നിങ്ങളുടെ പക്കലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്നദ്ധരായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ ദൈവത്തിൻ്റെ ആരാമത്തെ അലങ്കരിക്കുന്നതിനായി കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളിൽ എത്ര പേരെ ഇവിടെ വെച്ച് ഈ പറുദീസയിലേക്ക് മുൻകൂട്ടി കൊണ്ടുവന്നു? എൻ്റെ വിമല ഹൃദയത്തിന് ചുറ്റും മഹത്വത്തിൻ്റെ സുന്ദരമായ കിരീടത്തിന് അവർ രൂപം കൊടുക്കുന്നു. മാർച്ച് 19, 1978. ഓശാന ഞായർ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ. 150. അന്ധകാരത്തിൻ്റെ മണിക്കൂർ. എൻ്റെ പ്രിയപുത്രരെ, എൻ്റെ വിമല ഹൃദയത്തിലായിരിക്കുകയും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞ നിങ്ങളുടെ വേദനാജനകമായ പീഡാനുഭവത്തിൻ്റെ നിമിഷങ്ങളിൽ എന്നോടുകൂടെ വസിക്കുകയും ചെയ്യുക. എൻ്റെ പുത്രൻ യേശുവിനെ പോലെ നിങ്ങളും അതിൽ ജീവിക്കുവിൻ. ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിന് പിതാവ് തയ്യാറാക്കിയ ആ സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ വാരം ആരംഭിക്കുന്ന ഇന്നേ ദിവസം നിങ്ങളും നിങ്ങളുടെ ഉവ്വ് പിതാവിൻ്റെ തിരുച്ചിത്തത്തോട് പറയണം. അവിടുത്തെ പുത്രനും നിങ്ങളുടെ സഹോദരനുമായി യേശുവിനോടുകൂടെ അനുദിനം
നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആത്മാർപ്പണം ചെയ്യുന്ന അവിടുത്തോടുകൂടി ഇത് പറയുക. ഇത് സാത്താൻ്റെ മണിക്കൂറാണ്, അവൻ്റെ ശക്തിയുടെ മണിക്കൂർ. ഇത് അന്ധകാരത്തിൻ്റെ മണിക്കൂറാണ്. അന്ധകാരം ലോകത്തെല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞു. പുരോഗതിയുടെ അത്യുച്ചകോടിയിൽ തങ്ങൾ എത്തിയെന്ന ധാരണയിൽ ആളുകൾ സ്വയം വഞ്ചിതരാകുമ്പോഴത്രേ അവർ അത്യഗാധമായ അന്ധകാരത്തിൽ വ്യാപിക്കുന്നത്. ഇങ്ങനെ സർവവും അന്ധകാരാവൃതമാകുന്നു. നിങ്ങളെ നഷ്ടപ്രാണരാക്കുന്ന മരണത്തിൻ്റെ നിഴലിനാൽ, നിങ്ങളെ ബന്ധിതരാക്കുന്ന പാപത്താൽ, നിങ്ങളെ നശിപ്പിക്കുന്ന വിദ്വേഷത്താൽ സർവവും അന്ധകാരാവൃതമാകുന്നു. സഭയിൽ പോലും അന്ധകാരം വ്യാപിച്ചു കഴിഞ്ഞു. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് പോലും പ്രതിദിനം അത് തങ്ങൾക്കായി ബലിയാടുകളെ കൊയ്തെടുക്കുന്നു. അവരിൽ എത്ര പേർ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട് നീതിയുടെ മാർഗത്തിലൂടെ ചരിക്കാൻ സഹായിക്കുന്ന വെളിച്ചത്തെ നഷ്ടപ്പെടുത്തി. സത്യത്തിൻ്റെ മാർഗം, വിശ്വസ്തതയുടെ മാർഗം, പ്രസാദപര ജീവിതത്തിൻ്റെ മാർഗം, സ്നേഹത്തിൻ്റെ മാർഗം, പ്രാർത്ഥനയുടെ മാർഗം, സന്മാതൃകയുടെ മാർഗം, വിശുദ്ധിയുടെ മാർഗം എന്നിവയിലൂടെ ചരിക്കാൻ അവർക്കാവശ്യമായ വെളിച്ചം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എൻ്റെ ഈ പാവപ്പെട്ട പുത്രന്മാരിൽ എത്ര പേർ ഇപ്പോഴും തിരുസഭയെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വിമർശിച്ചുകൊണ്ടോ വെല്ലുവിളിച്ചുകൊണ്ടോ സഭയെ ഒറ്റിക്കൊടുക്കുന്നു. അതിനെ എൻ്റെ ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുകൊണ്ടും അവർ സഭയെ പരിത്യജിക്കുന്നു. യൂദാസേ, ഒരു ചുംബനത്താലാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ഒരു ചുംബനത്താൽ. ഇന്ന് നിങ്ങൾ പോലും നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പുത്രിയായ സഭയെ ഒരു ചുംബനത്താൽ ഒറ്റിക്കൊടുക്കുന്നു. നിങ്ങളിപ്പോഴും അവളുടേതാണ്. നിങ്ങൾക്ക് ജീവൻ ലഭിച്ചത് അവളിൽ നിന്നത്രേ. നിങ്ങൾ അവളുടെ ശുശ്രൂഷകൾ നടത്തുന്നു. നിങ്ങൾ അവളുടെ ഇടയന്മാർ പോലുമാകുന്നു. ഓരോ ദിവസവും നിങ്ങൾ ദിവ്യകാരുണ്യ ബലിയെ നവീകരിക്കുന്നു, കൂദാശകൾ നൽകുന്നു, രക്ഷയുടെ സന്ദേശം നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്നിരുന്നാലും നിങ്ങളിൽ ചിലർ അവളെ അവളുടെ ശത്രുവിന് വിൽക്കുകയും അവളുടെ ഹൃദയത്തിന് ആഘാതമേൽപ്പിക്കുകയും ചെയ്യുന്നു. സത്യത്തെ അബദ്ധത്താൽ നശിപ്പിച്ചുകൊണ്ടും പാപത്തെയും ലോകാരൂപിക്കനുസൃതമായ ജീവിതത്തെയും നീതീകരിച്ചുകൊണ്ടും തദ്വാര നിങ്ങളിലൂടെ അവളുടെ അന്തരാളത്തിലേക്ക് പ്രവേശിച്ച് അവളുടെ ഉറവിടത്തെ തന്നെ തകർക്കാൻ ഒരുങ്ങുന്നു. അതേ, ഒരു ചുംബനത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നിങ്ങൾ വീണ്ടും എൻ്റെ സഭയെ ഒറ്റിക്കൊടുക്കുകയും അവളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ അവളെ വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ അവളെ നാമാവശേഷമാക്കുന്നതിന് കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ്റെ മുമ്പിലേക്ക് അവളും നിങ്ങളാൽ വലിച്ചഴക്കപ്പെടും. അവൾ ഒരിക്കൽ കൂടി മരണത്തിന് വിധിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യും. അവൾ വീണ്ടും തൻ്റെ രക്തം ചിന്തേണ്ടി വരും. എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായവരെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എൻ്റെ സൈന്യത്തിൻ്റെ രൂപീകരണത്തിനായി ഞാൻ ഒരുമിച്ച് കൂട്ടിയ എൻ്റെ വത്സല സുതരെ, ഇപ്പോൾ അന്ധകാരത്തിൻ്റെ സമയമാണെങ്കിൽ നിങ്ങളുടേത് കൂടിയാണ്. നിങ്ങളുടെ പ്രകാശത്തിൻ്റെ മണിക്കൂർ, കൂടുതൽ കൂടുതൽ ശോഭാമാനമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ദീപത്തിൻ്റെ മണിക്കൂർ, നിങ്ങൾക്ക് അസാധാരണമായി ഞാൻ നൽകുന്ന എൻ്റെ മഹാദീപത്തിൻ്റെ വലിയ പ്രകാശം, ഇപ്പോൾ തന്നെ ആഗതമാകാൻ പോകുന്ന സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജാവായ എൻ്റെ മകൻ യേശുവിനെ നിങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് കണ്ടുമുട്ടാൻ വേണ്ടിയത്രേ ഇപ്രകാരം സംഭവിക്കുന്നത്. മാർച്ച് 24, 1978, ദുഃഖവെള്ളി, 151. എത്രമാത്രം രക്തം! പ്രിയ സുതരെ, ഇന്ന് എന്നോടുകൂടെ കാൽവരിയിൽ വസിക്കുക, എന്നോടുകൂടെ കുരിശൻ്റെ ചുവട്ടിൽ നിൽക്കുക. എൻ്റെ മകൻ യേശു എത്രമാത്രം സഹിക്കുന്നു. അവൻ ആണികളാൽ തറയ്ക്കപ്പെട്ടു. അവൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളും രക്തവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ ശരീരം അത്യുഗ്രമായ മരണവേദന നിമിത്തം പിടയുന്നു. തത്സമയം അവൻ്റെ ചുറ്റുമുള്ളവർ നടത്തുന്ന അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും വർദ്ധിച്ചു വരുന്നു. എന്നിട്ടും അവനിൽ നിന്നും ആവലാതിയുടെ ശബ്ദം കേൾക്കപ്പെടുന്നില്ല. അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ സഹിക്കുന്നു, അവൻ അനുസരിക്കുന്നു, അവൻ നിശബ്ദനായിരിക്കുന്നു, അവൻ തന്നെ സമർപ്പിക്കുന്നു. സ്വജീവനെ അർപ്പിച്ചുകൊണ്ട് അവൻ പിതാവിൻ്റെ തിരുമനസ്സിന് തൻ്റെ നിരുപാധികമായ ഉവ്വ് കൊടുക്കുന്നു. അവനോടുകൂടെ ഈ ഉവ്വ് ഉച്ചരിക്കുവാൻ എൻ്റെ മാതൃഹൃദയം വിളിക്കപ്പെട്ടു. ഈ ഉവ്വ് വചനം എൻ്റെ പരമനിർമ്മലമായ ഉദരത്തിൽ ആഗതമായപ്പോൾ തന്നെ ഉച്ചരിച്ചതാണ്. ഇങ്ങനെ പുതിയ നിയമത്തിലെ നവീനവും സനാതനവുമായ രക്തബലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ മകൻ തന്നെ ബലിവസ്തുവും പുരോഹിതനും ബലിപീഠവും ആയിത്തീർന്നു. അവൻ്റെ രക്തമൊഴുകുന്ന മുറിവുകളെ എന്നോടുകൂടെ ചുംബിക്കുക. ഇന്ന് എത്രമാത്രം എൻ്റെ രക്തം എൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. ഇന്ന് എത്രമാത്രം രക്തം എൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്.
അവൻ്റെ തിരുമുടി രക്തം കൊണ്ട് നനയപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുഖം അതിൽ മുങ്ങിയിരിക്കുന്നു. അവൻ്റെ കൈകളും കാലുകളും വലിച്ചു കീറപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ശരീരമാസകലം മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവൻ്റെ രക്തം കുരിശുമരത്തിലൂടെ ഒഴുകുകയും അത് ഭൂമിയെ നനയ്ക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ സർവ്വപാപങ്ങളെയും കഴുകിക്കളയുന്ന എൻ്റെ പുത്രൻ്റെ രക്തമാണിത്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട യഥാർത്ഥ ദൈവകുഞ്ഞാടിൻ്റെ രക്തം ഇതത്രയും. അവൻ്റെയും നിങ്ങളുടെയും രക്തം. അവൻ്റെ രക്തം ഇന്ന് ലോകത്തെ ശുദ്ധീകരിക്കാൻ പ്രാപ്തമാണ്. എൻ്റെ പ്രിയ സുതരേ, അവൻ്റെയും നിങ്ങളുടെയും രക്തം എന്തെന്നാൽ നിങ്ങളിലൂടെ യേശു യഥാർത്ഥത്തിൽ വീണ്ടും ജീവിക്കുന്നു. അവൻ്റെ നിത്യ ഉടമ്പടിയുടെ ബലി നിങ്ങളിലൂടെ അവൻ നവീകരിക്കുന്നു. ബലിവസ്തു, പുരോഹിതൻ, അൾത്താര, അർച്ചന വസ്തു എന്നീ നിലകളിൽ അവൻ ഓരോ ദിവസവും തന്നെ ബലി കഴിക്കുന്നു. അവൻ്റെയും നിങ്ങളുടെയും രക്തം വഴി തിരുസഭ ശുദ്ധീകരിക്കപ്പെടും. അവൻ്റെയും നിങ്ങളുടെയും രക്തം വഴി ലോകമാസകലം നവീകരിക്കപ്പെടും. ഇന്ന് നിങ്ങളെല്ലാവരും എന്നോടുകൂടെ കാൽവരിയിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭയചകിതരാകരുത്. നിങ്ങൾ എൻ്റെ മാതൃഹൃദയത്തിലാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്നതിനും നിശബ്ദമായിരിക്കുന്നതിനും ആത്മാർപ്പണം ചെയ്യുന്നതിനും നിങ്ങളും പഠിക്കണം. ഈ വിധം നിങ്ങളുടെ പൗരോഹിത്യ ബലിക്ക് ഞാൻ നിങ്ങളെ സന്നദ്ധരാക്കുകയാണ്. നിങ്ങളുടെ ഉവ് പിതാവിൻ്റെ തിരുമനസ്സിന് നൽകുക. നിങ്ങളുടെ സ്വർഗീയ മാതാവായ എന്നോടുകൂടെ ഇത് ഏറ്റുപറയുക. ഞാൻ എൻ്റെ മകനെ യേശുവിനെ ഒരുക്കിയതുപോലെ വളരെ കാലമായി നിങ്ങളെയും ഒരുക്കുകയായിരുന്നു. ഏപ്രിൽ 10, 1978 പെസഹ കാലം. 152. നിങ്ങൾ സാക്ഷികളായിരിക്കും. നിങ്ങളുടെ സ്വർഗീയ അമ്മ സ്വർഗത്തിലാണ്. അവൾ ശരീരത്തോടു കൂടി മഹിമയിൽ രൂപാന്തരം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവളുടെ പുത്രൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ മഹിമയിൽ ഇപ്പോൾ അവൾ മാത്രം അനുഭവിക്കുന്നതും മറ്റു യാതൊരു സൃഷ്ടിക്കും നൽകപ്പെടാത്തതുമായ ആ മഹിമയിൽ പങ്കുചേരുന്നു. പിതാവിന് വളരെ സമീപസ്ഥമായി വാഴുന്ന യേശു നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി നേരത്തെ തന്നെ സ്ഥലം തയ്യാറാക്കിയിട്ടുണ്ട്. പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഭൂമിയിൽ ഓരോ ദിവസവും വ്യാപരിക്കുക. ദൈവം തൻ്റെ നിത്യമായ ജ്ഞാനത്തിൽ നിങ്ങൾക്കായി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതി ഈ ഭൂമിയിൽ നിങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പിതാവും പുത്രനും അവരുടെ സ്നേഹം നിങ്ങൾക്കായി തന്നിട്ടുണ്ട്. യേശു സ്വർഗത്തിൽ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന പദവി ഭൂമിയിൽ നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സ്വാധീനത്തിന് കീഴിൽ സാക്ഷാത്കരിക്കുന്ന നിങ്ങളുടെ പദ്ധതിയുടെ തോതനുസരിച്ചായിരിക്കും. എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുന്ന എൻ്റെ പ്രിയപുത്രരെ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പൂർത്തിയാക്കുന്ന പദ്ധതി എൻ്റെ പദ്ധതി തന്നെ അത്രേ. ആകയാൽ യേശു സ്വർഗത്തിൽ പിതാവിൻ്റെ സമീപത്ത് നിങ്ങൾക്കായി സ്ഥലമൊരുക്കുമ്പോൾ അവൻ തൻ്റെയും നിങ്ങളുടെയും അമ്മയുടെയും പ്രവർത്തനത്തിന് നിങ്ങളെ പൂർണ്ണമായി ഭരമേൽപ്പിക്കുകയാണ്. നിങ്ങളെ സാവധാനം രൂപപ്പെടുത്തുന്ന എൻ്റെ മാതൃപ്രവർത്തനത്തിന് അനുരൂപപ്പെടുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുകയുള്ളൂ. വാസ്തവം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പൂർണ്ണരൂപം നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് സാധ്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളിൽ വീണ്ടും ജീവിക്കും. ഇതിനുവേണ്ടി ഞാൻ നിങ്ങളെ ചെറിയവരാക്കുകയാണ്. ഓരോരുത്തരും സ്വാർത്ഥതയുടെ ശൂന്യാവസ്ഥയിൽ എത്തിച്ചേരുന്നതുവരെ നിങ്ങൾ കൂടുതൽ ചെറുതാകുന്നതിന് ഞാൻ കാരണമാകും. നിങ്ങളുടെ ദയനീയ അവസ്ഥ നിങ്ങളുടെ മേന്മയ്ക്കായി ഞാൻ മാറ്റും. കാരണം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ കരുണാമിശ്രിതമായ സ്നേഹവായ്പ് മുഴുവൻ താഴോട്ടാകർഷിച്ച് നിങ്ങളിൽ അപ്രതിരോധമായി വർഷിക്കുന്നതിന് ഇതിന് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങളിലും നിങ്ങളുടെ ചുറ്റുമുള്ളവയിലും നിങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം തകർന്നു വീഴുന്നതിന് കാരണമാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളെ വിധേയത്വത്തിനും വിശ്വാസത്തിലേക്കും പുത്രസഹജമായ പരിത്യക്താവസ്ഥയിലേക്കും നയിക്കും. ഞാൻ നിങ്ങൾക്ക് ആഹാരം നൽകുകയും നിങ്ങളെ വസ്ത്രമണിയിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ താലോലിക്കുകയും നിശ്ചയദാർഢ്യത്തോടെ എൻ്റെ മാതൃപദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. എൻ്റെ രൂപം നിങ്ങളിൽ പുനരുൽപ്പാദിപ്പിക്കപ്പെട്ടതായി ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ചൈതന്യത്തെ നൽകുന്നതിനും എൻ്റെ സ്നേഹത്തികവ് കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്നതിനും എനിക്ക് കഴിയും. എൻ്റെ നിർമ്മല വസ്ത്രം ഞാൻ നിങ്ങളെ അണിയിക്കുകയും എൻ്റെ എല്ലാ സുഹൃതങ്ങളും കൊണ്ട് നിങ്ങളെ ഞാൻ പ്രശോഭിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റേതെല്ലാം നിങ്ങളുടേതാകും. ഒടുവിൽ നിങ്ങളിൽ വീണ്ടും ജീവിക്കുന്നതിന് എനിക്ക് സാധിക്കുകയും ചെയ്യും. എൻ്റെ ഈ ഏറ്റവും ചെറിയ മക്കളിൽ ജീവിക്കുന്നതിന് ഞാൻ തന്നെയായിരിക്കും. ഏറ്റവും പരിശുദ്ധ ത്രിത്വം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ പൂർത്തിയാക്കും. അങ്ങനെ ത്രിത്വത്തിൻ്റെ മഹാമഹിമയിൽ
ലോകത്തിൻ്റെ മേൽ പ്രകാശിക്കുകയും ചെയ്യും. അബദ്ധസഞ്ചാരം ചെയ്യുന്ന എൻ്റെ പാവപ്പെട്ട എല്ലാ മക്കളുടെയും നിത്യരക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കാരുണ്യം കാണിക്കുന്നതിന് മാത്രം ഇച്ഛിക്കുന്ന ഒരു മാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഈ വർഷങ്ങളിൽ നിങ്ങൾക്കായി ചെയ്യാൻ കഴിയുന്ന എല്ലാറ്റിനും നിങ്ങൾ സാക്ഷികളായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നമ്മളെല്ലാവരെയും ചേർത്ത് വെച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ്. ഈ വായന നിങ്ങൾ ശ്രവിക്കുന്നെങ്കിൽ അതൊരു യാദൃശ്ചികമായി സംഭവിച്ച കാര്യമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ പദ്ധതിയിലേക്ക് നിങ്ങളെയും കൂടി ചേർത്ത് വെക്കുകയാണ്. അതിനാൽ ഭയപ്പെടാതെ അമ്മയുടെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുക. ഓരോ ദിവസവും ഈ വായന പുരോഗമിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഓരോ തരത്തിലുള്ള കുറവുകളെയും ഓരോ തരത്തിലുള്ള ദൗർബല്യങ്ങളെയും ഓർത്ത് വേദനിക്കാതിരിക്കുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ഈശോയുടെ സ്നേഹവലയത്തിലേക്ക് കടന്നു വരികയും എല്ലാം അവിടുത്തേക്ക് ശരണമർപ്പിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ സ്തോത്രം, പരിശുദ്ധാത്മ ആരാധന. ദൈവമേ മഹത്വം, യേശുവെ നന്ദി.